അപ്പോൾ ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഫ്രണ്ടിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയിട്ട് ആ ഒരു വീഡിയോയും പിന്നെ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യുന്ന വീഡിയോയും പിന്നെ അങ്ങനത്തെ പ്രത്യേകിച്ച് വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. വലിയ വീഡിയോസൊന്നും ഇല്ല, എന്നത്തെ പോലത്തെ വീഡിയോസ് തന്നെയാണ് എന്നും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടൊക്കെ കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്ന് ഇരുന്ന ടൈമാണിട്ടത്. ഇപ്പോൾ സമയം എത്ര 2 മണി എന്നല്ല 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വന്ന് ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൂടാന്നുള്ളൊരു ചിന്താഗതി വരാൻ തുടങ്ങിയപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുത്താൽ മതി, എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വോയിസ് ഓവർ എടുത്ത് പകുതി ആക്കിയിട്ടുണ്ട്. മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി, വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. പറയുന്നതിന് നല്ല മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വരുന്നത്. അപ്പോൾ ഇക്കിൻ്റെ മുഖം കാണുമ്പോൾ ഇക്ക് ആകപ്പാടെ എന്തൊക്കെയോ പോലെ കാണുന്നത്. ഞാൻ സൈഡിലേക്ക് നോക്കുന്നുണ്ട്, ശീലമായിക്കോളും, പതുക്കെ ചെയ്ത് ശീലമായിക്കോളും. പിന്നെന്താ, ഞാനും എൻ്റെ ഫ്രണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്ന പെൺകുട്ടി ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഒരു 12-13 ഒരു അത്ര വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഇപ്പോഴും കുഴപ്പമില്ലാതെ അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമൊന്നുമല്ല, ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാനൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പറയും ഒരു ദിവസം എല്ലാവർക്കും ഒന്ന് കൂടണം, കാണണം എന്നിങ്ങനെ വിളിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം എന്തായാലും കാണണം എന്നൊക്കെ പറയും. പക്ഷെ ആരും ഇതുവരെയായിട്ടും ഒരുമിച്ച് ഒരു ട്രെയിനിലൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഇതുവരെയായിട്ട് ആരെയും കിട്ടിയിട്ടില്ല. അപ്പം ഒന്ന് അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നത്. അതൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ പ്ലാൻ ഇടുന്നത് മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചും അതൊന്നും നടപ്പിലാക്കുക എന്നുള്ളത് ഇതുവരെയായിട്ടും നടക്കാത്ത കാര്യമാണ്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലേ. ഞാൻ രാജേട്ടനൊക്കെ അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇതുവരെയായിട്ട് നടന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് പോകുകയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇടാൻ എന്താ വൈകണമെന്ന് ചോദിച്ചാൽ ചെറിയൊരു മടിയുണ്ട് കേട്ടോ. വീഡിയോ ഇടാൻ മടിയാണെന്ന് വെച്ചാൽ ചെറിയൊരു മടിയുണ്ട്. പിന്നെ അതുമല്ല, ഫോണിൽ ഈ ബ്രൈറ്റ്നസ് കൂട്ടി വീഡിയോ എടുക്കുമ്പോഴത്തേന് ഫോണത്തെ ചാർജ് കുറയും. ഒരു ഫോണിന് അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ക്ലിയർ കുറച്ച് കുറവാണ് കേട്ടോ. ഈ ഒരു ടൈം ആയിട്ടാണോ എനിക്കറിയില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ വീഡിയോയിൽ കുറേ പാളിച്ചകളൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇല്ല, വീട് നിലമ്പൂരാണ് ചോദിച്ചിരുന്നു. വീട് നിലമ്പൂരൊന്നല്ല കേട്ടോ, വീട് ഇവിടെ വണ്ടൂരാണ്. വണ്ടൂർ പറയുന്നത് എൻ്റെ വീട് വണ്ടൂരാണ്. അവിടെ നിന്ന് കുറച്ച് പോകുന്ന വളർങ്ങൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് രാജേട്ടൻ്റെ വീട്. അതായത് ഞങ്ങൾ കൊണ്ടുവന്നത് വളർങ്ങലാണ്. നിലമ്പൂരല്ലേ എന്ന് വീട് ചോദിച്ചിരുന്നിട്ട് ഒരാൾ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് നിലമ്പൂരല്ല വീട്. പിന്നെ എന്തൊക്കെയോ കുറേ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ സാലറി കിട്ടൽ തുടങ്ങിയിരിക്കുന്നു ചോദിച്ചിരുന്നു കേട്ടോ. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല, കിട്ടില്ല. വരുമാനം കിട്ടി തുടങ്ങി ഞാൻ എന്തായാലും യൂട്യൂബിൽ പറയും. വരുമാനം ഇതുവരെയായിട്ടും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ പോയിരുന്നു. വോട്ട് ചെയ്ത് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും വീഡിയോ അങ്ങനെ ഒന്ന് ചെയ്ത് കൂടാ, മുഖം ഒന്ന് ഇൻട്രൊഡക്ഷൻ ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാജേട്ടനോടല്ല കേട്ടോ, രാജേട്ടന് പാർട്ടി പരിപാടിൻ്റെ ആൾക്ക് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് അവിടെ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ രാജേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ രമേശ് ചേട്ടൻ്റെ ഒപ്പമാണ് പോകുന്നത് വോട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി പോരുമല്ലോ, ബൈക്ക് മേലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോയി പോരും. പിന്നെ വർക്ക് എന്താണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വർക്ക് എന്താ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കമ്പനിയാണ്, തോടായത്താണ് കേട്ടോ കമ്പനി. അവിടെ വീഡിയോ അലോഡല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത് കേട്ടോ. വർക്ക് എന്താ ചോദിച്ചിരുന്നു. വർക്ക് പാക്ക് ചെയ്യുക, ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് പാക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ ബില്ലില്ലേ, റൈറ്റ് പ്രൈസ്, അത് ആ സ്റ്റിക്കർ ഒട്ടിക്കുക. പിന്നെ പാക്ക് ചെയ്യുന്നതിൻ്റെ കണക്ക് എഴുതുക, ഓർഡർ ഉള്ളത് അതേപോലെ
ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് കേട്ടോ ജോലി. പക്ഷേ ഞാൻ കമ്പനിയിൽ ആകെ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചാനലില്ല കാര്യം, വേറെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു പെൺകുട്ടി എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് ഈ വീഡിയോയിൽ കണ്ട് ഇവളും ഞാനും ആദ്യമായിട്ട് ഞാൻ ചാനലിൻ്റെ ലിങ്ക് അയച്ചെടുത്തപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താ, വിശ്വസിക്കാൻ പറ്റണില്ല ശരിയെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ അങ്ങനെ ആക്റ്റീവായ ഒരു കുട്ടിയല്ല കേട്ടോ. ഞാൻ ഒരു ഇൻട്രോവേർട്ടായ ഗണത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്. ഞാൻ എവിടെ വലിയ ആക്റ്റീവായിട്ട് വലിയൊരു തോതിൽ എല്ലായിടത്തും പോയി എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഓക്കെ അങ്ങനെയൊന്നും ഞാൻ ആ ഒരു ഇതിൽ പെട്ടതല്ല കേട്ടോ. ഞാൻ എന്താ പറയുക, അപ്പോൾ ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുമെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. എനിക്ക് തന്നെ വിശ്വാസമില്ല. എനിക്ക് ആദ്യമൊക്കെ എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എന്നിട്ട് വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം രാജേട്ടനും കേൾപ്പിച്ച് കൊടുക്കും. ഇതിൽ വല്ല കുഴപ്പമോ തെറ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും. ഞാൻ 5 മിനിറ്റായി, ഫോൺ സ്റ്റോറേജ് ഇപ്പോൾ ഫുള്ളാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രാജേട്ടന് കൊടുക്കും. അപ്പോൾ രാജേട്ടൻ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഞാനത് അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊക്കെ കേട്ടോ തുടക്കത്തിൽ. ഇപ്പോൾ എന്തായാലും ഓക്കെ ആയി വന്നു. അപ്പോൾ അന്ന് ഞാൻ ഇവർക്ക് ഇങ്ങനെ ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ കമ്പനിയിൽ ഞാൻ ആകെ ഒരു ആളോട് പറഞ്ഞിട്ടുള്ളായിരുന്നു, ഒരു ചേച്ചീനോട്. അപ്പോൾ ആ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആഹാ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരോടും പറയണ്ടെന്ന് പറഞ്ഞിരുന്നു. കമ്പനി അറിയാവോ, ഏതെങ്കിലും ഒരു ദിവസം അറിയാതെ എന്ന് വിചാരിക്കുക. അങ്ങനെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കലില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ചോദിക്കും എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് ഞാൻ ഒരൊറ്റ കുട്ടി ഒരാളോട് പറഞ്ഞു, വേറെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കമ്പനിയിൽ വേറെ ഒരു ഏട്ടനുണ്ട്. അപ്പോൾ ആ ഏട്ടൻ്റെ ഫോണിൽ ഇങ്ങനെ ഷോർട്ട് വീഡിയോ കണ്ട് അങ്ങനെ ഏതോ ഒരു ഷോർട്ട് വീഡിയോ അങ്ങോട്ട് എത്തി. അപ്പോൾ ആ ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കണ്ടല്ലോ വീഡിയോ, ഞാൻ കണ്ടിരുന്നു ചാനലുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ കണ്ടുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിൻ്റെ കാര്യം ഇവിടെ ആരോടും പറയണ്ട കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഏട്ടൻ തന്നെ ആയിക്കോട്ടെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. കാരണം ആരും വിശ്വസിക്കില്ല അങ്ങനെ ഒരു ചാനൽ ഞാനാണ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ഞാനിങ്ങനെ പറയുമോ അതോ വീഡിയോയിൽ പറയാനുള്ളൊരു ഇതുണ്ട് എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. എനിക്ക് തീരെ ഒരു കോൺഫിഡൻസ് കുറവ് എന്ന് പറയും ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര കുറവാണ് എനിക്ക്. അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണമെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 5-ാമത്തെ ടേക്ക് 5 അല്ല 6-7-ാമത്തെ ടേക്കൊക്കെ കേട്ടോ വീഡിയോ ഇൻട്രൊഡക്ഷൻ കൊടുത്ത വീഡിയോ. അപ്പോൾ അത് കമ്പനി ഒഴിവുള്ള ദിവസമാണ്. രാവിലെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കമ്പനി ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചായക്കടിക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിടുകയാണ്. ഞാനത് അരിയൊക്കെ ഒന്ന് കഴുകി ലെവലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളമൊക്കെ വന്നിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ആക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി. പിന്നെ അതിൻ്റെ അടപ്പ് എന്താ അവിടെ അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ വെള്ളമൊക്കെ അവിടെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ടാങ്കൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ലേ എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അരി ഉഴുന്നൊക്കെ അവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി ലെവലാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയത് ഉണക്കൽ മീൻ വറ്റിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ കറി മതി. ഏടത്തിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ ചെറിയൊരു കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ച്. അപ്പോൾ ഞാൻ അതും ഉപ്പേരിയും പിന്നെ പപ്പടം പൊരിച്ചതും ആ ഒരു 3 വിഭവങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഒരു 4 മണി
സോറി 4 മണിയല്ല കേട്ടോ, ഒരു 2 മണി ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് രാവിലെ പറഞ്ഞതായിരുന്നു, എന്താ ഒരു 2 മണിക്കെങ്കിലും ഒന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കും, എന്നിട്ട് വാ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണതേ 2:30ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചായയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചോറ് അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1:30 ആയപ്പോഴത്തേന് ഞാൻ പിന്നെ വൈകുന്നേരത്തേക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ട് അങ്ങാടി പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം ആ സിങ്കത്തെ അവിടുത്തെ പാത്രത്തിലൊക്കെ വെള്ളം കഴിഞ്ഞിരുന്നുണ്ടോ, അപ്പോൾ അതിലൊക്കെ കൊണ്ടുപോയി പാത്രത്തിൽ വെള്ളം നിറക്കുകയാണ്. പിന്നെ അരിയൊക്കെ വെന്തിട്ടുണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊന്നും വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പോയാൽ പിന്നെ വന്നിട്ട് പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഈ അരി അരച്ചിട്ട് പോയാലോ. അപ്പോൾ അരിയൊക്കെ അരച്ചിട്ട് വേണ്ടേ, അരക്കാനുള്ളൊരു പാകമായി വരണ്ടേ, അങ്ങനെയൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒന്നും ലെവലായിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് പിന്നെ വന്നിട്ട് അരച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതാ ചോറ് അവിടെ അടുപ്പത്തുണ്ട്. പിന്നെ ഞാനൊന്ന് ക്ലീൻ ആക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ വേഗം അങ്ങാടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു, ചോറൊക്കെ വേവിച്ച് വെന്ത് ഊറ്റി സെറ്റാക്കിയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കട്ടെ, ഇങ്ങനത്തെ കിടൂ. അടിച്ചാണെങ്കിൽ വന്നോണ്ട് ദിവസം അങ്ങനെ 1 മണിക്കൂറത്തെ ഡ്രസ്സ് എടുക്കലിന് ശേഷം 1 മണിക്കൂർ വരെ ഞങ്ങളവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് അവൾക്കാണ് എടുക്കണമെങ്കിലും ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കല്ല ഡ്രസ്സ് എടുത്തത്, അവൾക്കാണ് എടുത്തത്. ഇവള് ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഷോർട്ട് ഡ്രസ്സൊക്കെയാണ് നോക്കിയത്. ഇപ്പോൾ ഇവൾക്കാണ് ഡ്രസ്സ് എടുക്കണമെങ്കിലും ഞാനും കുറേ നോക്കിയിട്ടുണ്ട് കേട്ടോ, രസമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ, അതിനാണ് 1 മണിക്കൂറൊക്കെ അവിടെ നിന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഇതാ ഞങ്ങൾ വേറൊരു കടയിലേക്ക് പോകട്ടെ. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ, പക്ഷേ റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. അങ്ങനെ നല്ല നല്ല മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഷാളും പാൻറ്റൊക്കെ ഉണ്ട്. അതിന് 1000 സംതിങ്. ഇതിന്റെ വേറെ മോഡൽ അടിക്കുന്നത് എടുക്കാൻ പറ്റില്ലേ? ഇതെടുക്കണ്ടോ ഇത്? ഇതൊന്നും ഇഷ്ടല്ലേ? എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. രസമല്ലല്ലോ മറ്റത് എന്തേ രസമല്ല. അല്ല എനിക്ക് പിന്നെ അതിനൊരു പഞ്ചമല്ലല്ലോ. രസമുണ്ടാവും. നടക്കടക്ക രസമുണ്ട്.
അമ്മ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ട് വീഡിയോ എടുക്കുന്നതിന് അത് രണ്ടും വാങ്ങിയത് വാങ്ങിക്കോ സുഖം ദിവസം ഉണ്ടതാണ് ഇതല്ല എന്തിനാണ് കൊടുക്കുന്നത് ഇഷ്ടം എനിക്ക് ഫർദാസ്ന്നോ അവിടെ നമ്മളൊന്ന് വാങ്ങിയപ്പോ അതെടുക്കും പറ അതെടുത്തു അത് രസമുണ്ട് രസമുണ്ട് പക്ഷെ ഇത് വേറൊരു പച്ച കളറല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് സുഖന്യ നമ്മൾ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അടി നമ്മളോ തട്ടി വിട്ടുകൊണ്ടേക്കോ കവറ് എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് സുഖന്യ നമ്മൾ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അടി നമ്മളോ അങ്ങനെ ഞാൻ പോകുന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ പയറൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചിരങ്ങ താളിക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ പയർ ഉപ്പേരിയാക്കി വെക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടിച്ച് ലെവലാക്കിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ചുരിദാർ ബിറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഞാൻ അവിടെ വന്നിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതില്ല കേട്ടോ അപ്പോൾ ഞാനത് അടിച്ച് ലെവലാക്കിയിട്ട് കാണിച്ചു തരാം ഒരു മാരേജ് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതാ ചിരങ്ങയൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ അതാ അവിടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് എണ്ണയിൽ പിന്നെ അതാ ഉപ്പേരിക്കില്ല നന്നാക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ചും കൂടി നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ പിന്നെ നന്നാക്കാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ അരി വെള്ളത്തിലിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ഏകദേശം റെഡി ആകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ കമ്പനിയിലെ ദിവസമാകുമ്പോൾ അതിക്ക് കറി ഉണ്ടാക്കണതൊക്കെ ഈ കമ്പനിയിലുള്ള ദിവസമൊക്കെ ഇഡ്ഡലി എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് കേട്ടോ എന്നാലും ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ ചട്ടിക്കഥ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഞാൻ ക്ലിയർ നോക്കിയതാണ് കേട്ടോ വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കൂടുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ അതാ ഞാൻ കൊക്കവടയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ചായയൊക്കെ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അരിയൊക്കെ അവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്